നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ആൻ മേരി ജേക്കബ് മാഡം ആണ്. മാഡം കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റ് ആണ്. നമുക്ക് മാമിനോട് ഇൻഫെക്ഷൻസിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാം. എന്തൊക്കെയാണ് ഇൻഫെക്ഷൻസ് ഉള്ളത്, പൾമിനറി ഇൻഫെക്ഷൻസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വെൽക്കം മാം. മാം, എന്തൊക്കെ ഇൻഫെക്ഷൻസ് ആണ് പ്രൈമറി ആയിട്ട് നമ്മൾ കാണുന്നത്? നമ്മൾ ലങ്സിനെ പറ്റി പറയുമ്പോഴാകുമ്പോൾ നമുക്കറിയാം, നമ്മൾ കോവിഡ് ഒരു ഇൻഫെക്ഷനായിരുന്നു. അതൊരു വൈറൽ ഇൻഫെക്ഷനായിരുന്നു. അതുപോലെ പല വൈറൽ ഇൻഫെക്ഷൻസും ഇപ്പോൾ ഉണ്ട്. അതുപോലെ അതിൽ പ്രധാനമാണ് ഇപ്പോൾ H1N1. ഇപ്പോൾ ഈ കഴിഞ്ഞ നമുക്കറിയാം നവംബർ, ഡിസംബർ, ജാനുവരി മാസത്തിൽ നമുക്കൊരു ഇൻഫെക്ഷൻ്റെ ഒരു തോത് ഭയങ്കര കൂടുതലായിരുന്നു. ഒരുപാട് പേര് അസുഖങ്ങളായിട്ട് കിടപ്പും ട്രീറ്റ്മെൻറ്റിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊരു വൈറൽ ഇൻഫെക്ഷനായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത്. അതുപോലെ നമുക്ക് അണുബാധ, നിമോണിയ എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കാരണം വരാം. പൂപ്പൽ കാരണം നമുക്ക് ശ്വാസകോശത്തിൽ നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. ടി ബി കാരണം നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ശ്വാസകോശത്തിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം. പ്രധാനം നമുക്ക് പറയാൻ പറ്റുന്നത് അണുബാധയും വൈറലും ആയിരിക്കും. പിന്നെ പണ്ട് നമുക്ക് ടി ബി ഉണ്ടായിരുന്നു, ഇപ്പോഴും നമുക്ക് ടി ബി പേഷ്യൻസ് ഉണ്ട് ഇൻഫെക്ഷനായിട്ട്. ഓക്കെ. അപ്പം എല്ലാവരും ചോദിക്കുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എങ്ങനെ ഇൻഫെക്ഷൻസ് വരാണ്ട് നമ്മൾ കെയർ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം എന്നുള്ളതായിരിക്കും. ഇപ്പം നമ്മൾ കാണുന്നത് കോവിഡ് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഇൻഫെക്ഷൻ്റെ തോത് ഭയങ്കര കൂടുതൽ. അപ്പം നമ്മൾ കോവിഡ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് അത് ബാധിച്ചതെന്നുള്ളത് ഇപ്പോഴും നമുക്ക് ക്ലിയർ അല്ല. കാരണം നേരത്തെ അസുഖങ്ങളൊന്നും അധികം വരാത്ത ആൾക്കാർ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഇൻഫെക്ഷൻസ്, അതായത് മന്ത്ലി ആൻറ്റിബയോട്ടിക്സ് എടുക്കേണ്ടത് പോലത്തെ ഇൻഫെക്ഷൻസ് വരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോവിഡ് വന്ന് നമുക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റി എനിക്ക് തോന്നുന്നു ഇനി കൂടുതൽ നമുക്ക് അറിയാനിരിക്കണം. പഠനങ്ങളൊക്കെ വരാനുണ്ട്. അതൊക്കെ വന്നാലേ നമുക്ക് അത് എന്തൊക്കെ നമ്മളെ ബാധിച്ചു എന്ന് അറിയാൻ പറ്റും. നമുക്ക് ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് പണ്ടത്തെ പോലെ നമ്മൾ മാസ്ക് ഉപയോഗിക്കുക, നമ്മൾ ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുക, നമ്മളൊരു പബ്ലിക് സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇപ്പം നമുക്ക് അറിയാം, നമ്മൾ പബ്ലിക്കായിട്ടൊരു സ്ഥലത്ത് പോയാൽ ആരും ആ ഒരു കെയർഫുൾ ആയിട്ടൊന്നും അല്ല, നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നില്ല, നമുക്ക് ആ ഒരു ഐസൊലേഷനോ സെഗ്രിഗേഷനോ ഒന്നുമില്ല. അപ്പോൾ അതെല്ലാം എനിക്ക് തോന്നുന്നു ഇൻഫെക്ഷൻ കൂടിയ സമയത്ത് നമ്മൾ അതെല്ലാം ഫോളോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എസ്പെഷ്യലി നമ്മൾ പബ്ലിക് പ്ലേസസിൽ, ഹോസ്പിറ്റൽസിൽ പ്രത്യേകം പോകുമ്പം പലരും ഹോസ്പിറ്റൽസിൽ മാസ്ക് ധരിക്കാതെയാണ് വരുന്നത്. പക്ഷെ നമുക്ക് അവിടെ നിന്ന് തന്നെ അതൊരു ഇൻഫെക്ഷൻ തന്നെ അവിടെ നിന്ന് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൽഡർലി ആയിട്ടുള്ള മുതിർന്ന ആൾക്കാരാണ്. ഇപ്പോൾ മുതിർന്ന ആൾക്കാർ, നമ്മളിപ്പം ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ്, അല്ലെങ്കിൽ കീമോ മെഡിസിൻസ് എടുക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ലങ്സിന് ഓൾറെഡി ഡാമേജ് ഉള്ള ആൾക്കാർ, ഇപ്പോൾ COPD അല്ലെങ്കിൽ ആസ്മ പോലത്തെ അസുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരിലാണ് എൽഡർലി ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പ്രായം കൂടിയ, എന്നാൽ ഇപ്പോഴും ചെറുപ്പക്കാർക്കും ഒരുപാട് ഇൻഫെക്ഷൻസ് കാണാറുണ്ട്. എൽഡർലി ആയിട്ടുള്ള പ്രായം മുതിർന്ന ആൾക്കാർ നമ്മുടെ വീട്ടിൽ കാണും, പക്ഷെ അവരെങ്ങും പോയി കാണത്തില്ല, പക്ഷേ അവർക്കൊരു ഇൻഫെക്ഷൻ കിട്ടും. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വീട്ടിൽ ഒരു കുഞ്ഞിനോ അല്ലെങ്കിൽ വീട്ടിൽ മക്കൾക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ഇൻഫെക്ഷൻ കാണും, അതായിരിക്കും ഇവർക്ക് കിട്ടുന്നത്. പിന്നെ അടുത്തൊരു സോഴ്സ് എന്ന് പറയുന്നത് സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്. ഇപ്പോൾ നമുക്കറിയാം സ്കൂളിൽ പല കുഞ്ഞുങ്ങൾക്കും ഇൻഫെക്ഷൻസ് ഉണ്ട്. ഒരാൾക്ക് ഇൻഫെക്ഷൻ വന്നാൽ ആ ക്ലാസ് മൊത്തം ഇൻഫെക്ഷനാണ്, അത് അവർ വീട്ടിൽ കൊണ്ടു തരികയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഫുഡ് ഒരു കൺസേൺ അല്ലേ? ഇപ്പം പണ്ടത്തെ രീതിയിലുള്ള ഫുഡ് ആ രീതി അല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ അതും ഈ ഇൻഫെക്ഷനുമായിട്ട് റിലേറ്റഡ് ഉണ്ടോ? അങ്ങനെ ഫുഡൊന്നും നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ലിങ്ക് പറയാൻ പറ്റില്ല. ബേസിക്കലി ഇപ്പോൾ നമ്മൾ ഹെൽത്തി ഫുഡ് കഴിച്ചാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടുതലായിരിക്കും. നമ്മളിപ്പം പണ്ടത്തെ കാലത്തിലെ ആൾക്കാർക്ക് ഇമ്മ്യൂണിറ്റി കൂടുതലാണെന്ന് പറയും, അവർക്ക് പെട്ടെന്ന് അസുഖമൊന്നും വരത്തില്ല, കാരണം അവർ ഹെൽത്തി ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു. ഇപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ അൺഹെൽത്തിയാണ്. നമ്മൾ കൂടുതൽ ജങ്ക് ഫുഡാണ്, നമ്മൾ ഫാസ്റ്റ് ഫുഡിലാണ് പോകുന്നത്. അതിൻ്റെ അകത്ത് എന്തൊക്കെ കെമിക്കൽസും ഓക്സിഡൻസും ഒക്കെ ഉണ്ടെന്നുള്ളത് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറും കുറവായിരിക്കും. പിന്നെ അടുത്തതാണ് ഈ സ്കൂളിൽ കോളേജിൽ പോകുന്ന പിള്ളേർ ഫുഡ് മിസ് ചെയ്യും. അത് ബേസിക്കലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, ലഞ്ച് സ്കിപ്പ് ചെയ്യുക, നൈറ്റ് ഡിന്നർ കഴിക്കില്ല. ഫുഡാണ് നമുക്ക് ബേസിക്കലി നമ്മുടെ ഇമ്മ്യൂണിറ്റി തരുന്ന ഒരു ഫാക്ടർ. ഫുഡിൽ നിന്ന് ഒരുപാട് നമുക്ക് പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും എല്ലാം കിട്ടും. അതൊക്കെ നമ്മൾ ഇല്ലാതാക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻഫെക്ഷൻ വീണ്ടും നമുക്ക് വരാം. മാത്രമല്ല ഇതിൽ നമുക്ക് പേടിക്കേണ്ടതായിട്ടുള്ള ഇൻഫെക്ഷൻസ് അങ്ങനെയുണ്ടോ? നമുക്ക് എന്താ പറയുക, ഭയങ്കര കെയർ കൊടുത്ത് നമ്മൾ നിൽക്കുക, അങ്ങനത്തെ ഏതൊക്കെ ഇൻഫെക്ഷൻസ്? പ്രത്യേകിച്ച് നമുക്ക് വൈറൽ ഇൻഫെക്ഷൻസ്, ഇപ്പോൾ H1N1 പോലത്തെ ഇൻഫെക്ഷൻസ് വന്നാൽ അത് നമുക്ക് മൈൽഡ് ആയിട്ടും വരാം, അത് സിവിയർ ആയിട്ടും വരാം. സിവിയർ ആയിട്ട് വന്നാൽ നമുക്ക് ചിലപ്പം വെന്റിലേറ്ററിലായി പോകാം പേഷ്യൻസ്. പിന്നെ ഉള്ളത് ന്യൂമോണിയാസ് ആണ് നമുക്ക് പേടിക്കാനുള്ളത്. ന്യൂമോണിയ വന്ന് ലങ്സ് ഫുൾ ഡാമേജ് ആയി പോവുകയോ ARDS എന്നൊക്കെ പറയുന്ന കണ്ടീഷനുണ്ട്. അതായത് ലങ്സ് ഫുൾ വർക്ക് ചെയ്യാതാകുന്ന
ഉണ്ടാകുന്ന കണ്ടീഷൻ പോലെ അതൊക്കെയാണ് നമ്മൾ പേടിക്കാനുള്ളത്. അല്ലാതെ എല്ലാ ഇൻഫെക്ഷൻസിനും നമുക്ക് ഒരു ആൻറ്റിബയോട്ടിക്കിലൊക്കെ നമുക്ക് ചിലപ്പോൾ അങ്ങ് സെറ്റിൽ ആകുമായിരിക്കും. പക്ഷെ ചില ഒരു പെർസെൻറ്റേജ് ആൾക്കാരായിരിക്കും ഈ സിവിയറിറ്റിയിലേക്ക് പോകുന്നത്. രണ്ടാമത് പിന്നെ കാണുന്നത് ഒത്തിരിയും പേര് സെൽഫായിട്ട് ചെറിയ ചെറിയ മെഡിസിൻസ് എടുക്കും. അതായത് ചെറിയ ചെറിയ മരുന്നുകളൊക്കെ എടുത്ത് വീട്ടിൽ ഇരിക്കുകയും അല്ലെങ്കിൽ പോകാതിരിക്കുകയും അല്ലെങ്കിൽ ഈ മരുന്ന് കഴിച്ച് നോക്കാം, അടുത്ത മരുന്ന് കഴിച്ച് നോക്കാം. പക്ഷെ അത് കഴിഞ്ഞ് അവർ ഹോസ്പിറ്റലിൽ വരുമ്പോഴത്തേക്കിനും അവർ ചിലപ്പോൾ ആദ്യം ഒരു ആൻറ്റിബയോട്ടിക്കോ അല്ലെങ്കിൽ വേറൊരു മെഡിസിനോ കഴിച്ച് മാറേണ്ട ഒരു അസുഖത്തിൽ നമ്മൾ പിന്നെ അഡ്മിഷനിലേക്ക് പോകുമായിരിക്കും. ഓക്കെ, ഇപ്പം ഇതിന് വാക്സിനേഷൻ അങ്ങനെയുണ്ടോ? നമുക്ക് പ്രിവെൻറ്റീവ് ആയിട്ട് വാക്സിൻ ഉണ്ടോ? നമുക്ക് ഫ്ലൂ വാക്സിനേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ എല്ലാവരെയും കൊണ്ടും, എല്ലാ സ്കൂളിൽ പോകുന്ന പിള്ളേരെ കൊണ്ടും മുതിർന്ന ആൾക്കാരെ കൊണ്ട്, ഇപ്പം റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ഫ്ലൂ വാക്സിനേഷൻ എടുക്കാറുണ്ട്. അത് ഇയർലി വാക്സിൻ എല്ലാ വർഷവും നമ്മൾ എടുക്കണം. പിന്നെ നമുക്ക് ന്യൂമോണിയക്കെതിരെ നമുക്ക് ഒരു വാക്സിൻ അവൈലബിൾ, ന്യൂമോകൊക്കൽ വാക്സിൻ. അത് ഏജ് അനുസരിച്ച് നമ്മൾ ആ വാക്സിനും കൊടുക്കാറുണ്ട്. അതും മിക്കവരെയും കൊണ്ട് ഇപ്പം നമ്മൾ എടുപ്പിക്കാറുണ്ട്. ഫ്ലൂ എടുത്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻഫെക്ഷൻ വരത്തില്ല എന്നല്ല, ഇൻഫെക്ഷൻ വന്നാൽ പോലും അതൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് നമുക്ക് പോകത്തില്ല. ഇതിപ്പോ ഏത് ഏജ് ഗ്രൂപ്പിലായാലും ഇൻഫെക്ഷൻ വരാം. ഏത് ഗ്രൂപ്പിലും വരാം. അഡൽട്ട് ഏജിലാണെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ ഏത് ഏജ് ഗ്രൂപ്പിൽ വേണമെങ്കിലും വരാം. പക്ഷെ അത് കടുക്കുന്നത് മേ ബി കുഞ്ഞു പിള്ളേർക്കും എൽഡർലി ഏജ് ഗ്രൂപ്പിലായിരിക്കും എന്ന് മാത്രം. പക്ഷെ ഏത് ഏജിലും നമുക്ക് ഇൻഫെക്ഷൻ വരാം. പൾമിനറി ഇൻഫെക്ഷൻസിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഡോക്ടർ ആൻ മാമും വളരെ കൃത്യമായിട്ട് തന്നെ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. താങ്ക് യു.